നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. കഴിഞ്ഞ ദിവസം സ്നോ വീഴുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇപ്പോൾ സ്നോ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വീണേൻ്റെ ചെറുതായിട്ട് സ്നോയ്ക്ക് പുറത്ത് ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. പക്ഷെ ഭയങ്കര ഫ്രീസിങ് കേട്ടോ. തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഇനിയിപ്പോൾ സ്നോ ഇനിയിപ്പോൾ അടുത്തൊന്നും സ്നോ കാണിക്കുന്നില്ല. വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം. പിന്നെ ക്രിസ്മസ് ഒക്കെ അടുത്തെത്താറായല്ലോ. അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ പ്ലം കേക്ക് രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മള് ശർക്കര ചേർത്തിട്ട് നമ്മൾ ഒരു പ്ലം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു സാധാരണ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ ചിക്കൻ കറിയുടെ കുരുമുളക് പെപ്പർ ചിക്കൻ്റെ, പിന്നെ ചില്ലി ചിക്കന്, പിന്നെ നെയ്ച്ചോറ്, അങ്ങനെയൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അങ്ങനെ 2-3 റെസിപ്പികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ പോകണം വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് നമ്മള് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മള് നമ്മുടെ ചായ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്നുവടയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, എനിക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ എപ്പോഴും ഗ്രൈൻഡർ ഒരെണ്ണം കൊണ്ടുവരണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ അത് ഭയങ്കര വലുതൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഗ്രൈൻഡർ ഇല്ലാണ്ട് തന്നെ ഭയങ്കര ഫ്ലഫി ആയിട്ട് അതിൻ്റെ ബാറ്ററി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടിയത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തേക്കുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല എന്താ പറയുക, നല്ല പഞ്ഞിക്കെട്ട് പോലെ കിട്ടും നമുക്ക് ഉഴുന്നുവടയുടെ ബാറ്ററി. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഉഴുന്നുവട നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഉഴുന്നുവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്. വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അരച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒട്ടും ചൂടാവില്ല. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്ന 2 മണിക്കൂറുണ്ടല്ലോ, ആ 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ മതി. അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലേഡ് ഒന്ന് കവർ ചെയ്ത് നിൽക്കണം, അത്രയ്ക്ക് ഇട്ടാൽ മതി. അപ്പോഴാണ് നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടുള്ളൂ. നോക്കിയേ, ഒന്നും കൂടിയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. പക്ഷേ വെള്ളം ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഒരു ചെറിയ കഷ്ണം ഐസ് ഇടുക. എന്നിട്ട് ഇത്രയൊക്കെ ഇടുന്നുണ്ട്, ഐസ് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഒട്ടും ചൂടാവുകയും ചെയ്യില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടുകയും ചെയ്യും. നോക്കിക്കേ, ഇപ്പം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം തീരെ അറിയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഐസ് ചേർക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒട്ടും നമ്മുടെ ജാറ് ഒട്ടും ചൂടായിട്ടില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ അരഞ്ഞ് കിട്ടിയതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക. അങ്ങനെ അരച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടും. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഓരോ പിടിയിട്ടിട്ട് അരച്ചരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി ഇട്ടു. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് പാടുണ്ടാവുള്ളൂ. പിന്നെ ഇടുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ഒറ്റയടിക്ക് കുറേ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇത് ജാറിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇനി കുറച്ചെടുത്ത് നമ്മൾ മാറ്റാം. മുഴുവനായിട്ട് എടുത്ത് മാറ്റണ്ട, കുറച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ വെള്ളം പിന്നെ ഞാൻ ചേർത്തില്ല കേട്ടോ. പിന്നെ വെള്ളം അല്ലെങ്കിൽ ഐസ് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതാന്ന് നോക്കിയെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് അരഞ്ഞ മാവ് എടുത്തിട്ട് മാറ്റണ്ട. മാവ് തീരെ അരഞ്ഞ് കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് വെള്ളം അല്ലെങ്കിൽ ഐസോ ചേർത്തിട്ട് അരച്ചോട്ടെ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് മാത്രം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഭയങ്കര ലൂസായിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിപ്പൊടി ചേർക്കാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ, നന്നായിട്ട് വരും. പക്ഷേ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്, അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലൊട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ.
അരിപ്പൊടി എടുക്കുമ്പോൾ ഏത് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്ത അരിപ്പൊടി, പുട്ടിൻ്റെ അരിപ്പൊടിയോ ഏത് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി നമ്മളടുത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ഗ്രൈൻഡറിൽ വെച്ചിട്ട് അരച്ചിട്ട് എടുക്കണ പോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വിസ്ക് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ മുട്ടയ്ക്ക് അടിച്ച് പതിപ്പിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് തട്ടി 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 നന്നായിട്ട് നമ്മൾ മാവൊക്കെ കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് തട്ടി തട്ടി നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എളുപ്പം. കാരണം ഇലക്ട്രിക് ബീറ്ററൊക്കെ ആകുമ്പോൾ കഴുകിയെടുക്കാനും വലിയ പാടൊന്നുമില്ല. ആകെ കൂടി ഇതിൻ്റെ ഈ 2 ബ്ലേഡ് മാത്രമേ എടുത്ത് കഴുകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കുറേ നേരം ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ ഏട്ടാ. ഇതാകുമ്പോൾ ശരിക്കും നല്ല എളുപ്പമാണ്. നോക്കിക്കേ, ഇപ്പം നമ്മുടെ ബാറ്റർ നോക്കിക്കേ എന്തോ സോഫ്റ്റായിട്ട് വന്നേക്കണേന്ന് നോക്കിക്കേ. അപ്പോൾ കുറേ നേരം ഇട്ടിട്ട് ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ ഞാൻ ബീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അത്രയ്ക്കേ ആവശ്യമുള്ളൂ. പിന്നെ അരിപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഉള്ള അരിപ്പൊടി മുഴുവനും ഇടരുത്. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മുടെ ഉഴുന്നുവടയിലേക്ക് നമുക്ക് സവോള വേണം. അപ്പോൾ ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ സവോളയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇഞ്ചി കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല നെരുവൊന്നിനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ആ ഇഞ്ചി കടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ആദ്യം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കത്രിക വെച്ചിട്ട് കുരുകുരുന്ന് കട്ട് ചെയ്യും. അല്ലെങ്കിൽ നല്ല കുരുകുരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ചതച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടിരിക്കും. എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അത്ര ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ പച്ചമുളകൊക്കെ വലിയ പീസായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ നല്ല എരിവുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളകും ചേർക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കായവും കൂടിയിട്ട് ചേർക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണതൊക്കെ ചേർക്കട്ടെ. പിന്നെ കുറച്ച് കായം, ഞാൻ ഇവിടെ വറുത്ത കായ ഇരിക്കണ്ടായിരുന്നു, അത് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ടിട്ടെ. പിന്നെ ചതച്ച കുരുമുളക് പൊടിയായിട്ട് ചേർക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററി ഇരിക്കണ നോക്കിയേ എന്ത് സോഫ്റ്റായിട്ട് വന്നേക്കണ നോക്കി. നമ്മൾ ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡിയാക്കാനുള്ള നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവട ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഉഴുന്നുവടയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 1 മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടേക്കുന്നതാണ്. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ വട ഷേപ്പ് ആക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഈ ഉഴുന്നുവടയ്ക്ക് ഇങ്ങനെ തുള കുത്തിയിട്ട് ഇങ്ങനെ ഓയിലേക്ക് ഇടാനൊക്കെ ചിലപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈമൂട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് കൈമയൊന്നും വെക്കാണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ടിരുന്ന ഒരു സൂത്രമുണ്ട്, അതും കൂടിയിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ എത്രയ്ക്ക് വട്ടമുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ അതേപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു തുണി നമുക്കൊന്ന് കവർ ചെയ്യാം. ഇത് തോർത്തുകൊണ്ടാട്ടെ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ മുറുക്കി പിടിക്കണം കേട്ടോ. എന്ത് ക്ലോത്ത് ആയിരുന്നാലും കുഴപ്പമില്ല,
കാരണം മുറുക്കി പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാവ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകും, അപ്പോൾ അത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് പിടിക്കും. എന്നിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മാവ് ഇത് വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വെള്ളം നനച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിങ്ങനെ കമത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ എണ്ണയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ വീണിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, ആകെ എല്ലായിടത്തും പൊട്ടിത്തെറിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാർഡ് ഫുള്ളായിപ്പോയി. കാർഡ് അതിൻ്റെ ഉള്ളിൽ മാറ്റാൻ വേണ്ടിയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഇനി ഒരുപാട് ഇങ്ങനെ ഷേപ്പൊന്നും ആക്കണ്ട. അത് കുറച്ച് ഹൈറ്റിലിരുന്നോട്ടെ. എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ടാണി വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഉഴുന്ന് വടക്കി നമ്മൾ ഓട്ട ഇടില്ലേ, അതേപോലെ ഓട്ട ഇടുക. കുറച്ച് വലിയ ഓട്ട ഇട്ടോട്ടെ. ഇതാ, എന്നിട്ട് ജസ്റ്റ് നമ്മളിതിങ്ങനെ കമത്താം. ഓയിലേക്ക് കമത്തുമ്പോൾ അങ്ങോട്ട് വിട്ടു പോകുന്നുള്ളൂ. കണ്ട, ഭയങ്കര ഈസി ആയിട്ട് വിട്ടുപോരും. അത് നോക്കിക്കേ, കേട്ടാ നന്നായിട്ട് മരിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? എന്തും മരിച്ചില്ല നോക്കിക്കേ. നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം കേട്ടാ. ഉള്ളിലൊക്കെ ആയിരുന്നാലും നോക്കിക്കേ, എന്തോ സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് നോക്കി. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുക ഉള്ളിൽ. അപ്പം അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നമ്മുടെ ഉഴുന്നോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചട്നി കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൂ, തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒട്ടും ഹാർഡായിട്ട് വരില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. കഴിച്ചോട്ടെ. ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചട്നി വേണമെന്നില്ല കേട്ടോ, വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറത്ത് നല്ല മുറിച്ചിലുണ്ട്, ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാട് അരിപ്പൊടി ചേർക്കണ്ട. അരിപ്പൊടി ചേർക്കാണ്ടും റെഡി ആക്കിയിട്ട് എടുക്കുക. അരിപ്പൊടി ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ ഒട്ടും കൂടുതൽ ചേർക്കണ്ട കേട്ടോ. കാരണം അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ട് വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പുറത്ത് നമുക്ക് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട ഹാർഡായിട്ട് വരും.